എല്ലാവർക്കും നമസ്കാരം. GP വ്ളോഗ്സിൻ്റെ ഈ പുതിയ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് കുവൈറ്റിലെ അബ്ദലിയിലുള്ള ബ്ലൂ ലേക്ക് ഫാമിലാണ്. കുവൈറ്റ് നാഷണൽ ഡേയോടനുബന്ധിച്ച് കിട്ടിയ അവധി ദിവസം ഞങ്ങൾ സകുടുംബമായി ഇവിടെ അബ്ദലിയിൽ ബ്ലൂ ലേക്ക് ഫാമിൽ എത്തിയിരിക്കുകയാണ്. കുവൈറ്റിൽ വളരെയധികം ഫാമുകളും റിസോർട്ടുകളും ഒക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിൽ വളരെ മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്ന ഫാം ടൂറിസവുമായി കണക്ട് ചെയ്ത ഒരു നല്ല ഫാമാണ് അബ്ദലിയിലുള്ള ബ്ലൂ ലേക്ക് ഫാം. സ്ട്രോബെറി ഫാം എന്നും അറിയപ്പെടുന്ന ഈ ഫാം സൗജന്യമായി നമുക്ക് സന്ദർശിക്കാവുന്ന ഒരു ഫാമാണ്. എന്നാൽ ഇവിടെ കിട്ടുന്ന ചെടികളും കാർഷിക വിളകളും നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം മിതമായ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് പോകാൻ കഴിയുന്നതുമായ ഒരു ഫാമാണിത്. പ്രത്യേകിച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ മരുഭൂമിയിലെ ജീവിതത്തിനിടയിൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളുമൊക്കെ പരിഹരിക്കാൻ അവധി ദിവസങ്ങളിൽ ഇത്തരം ഫാമുകളും റിസോർട്ടുകളുമൊക്കെ സന്ദർശിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ വളരെ നല്ല രീതിയിൽ നമുക്ക് മാനസിക ഉല്ലാസം തരുന്ന കുവൈറ്റിലെ ഒരു നല്ല ഫാമാണ്. ശരിക്കും ടൂറിസ്റ്റ് പ്ലേസ് എന്ന് തന്നെ നമുക്ക് പറയാവുന്ന ഒരു ഫാമാണ് അബ്ദലിയിലെ ഈ ബ്ലൂ ലേക്ക് ഫാം. ഞാൻ ഒന്നിലധികം പ്രാവശ്യം ഇവിടെ മുമ്പും സന്ദർശിച്ചിട്ടുണ്ട്. ഇന്ന് സജികുമാറും രമേശും അവരുടെ നമ്മുടെയും ഫാമിലി സുഹൃത്തുക്കളും ഒത്തുചേർന്ന് കുടുംബങ്ങളോടൊപ്പം ഇവിടെ ഈ ഫാം സന്ദർശിക്കാനും ഒരു ദിവസം ഇവിടെ ചിലവിടാനും വേണ്ടി എത്തിയിരിക്കുകയാണ്. ഇവിടെ മനോഹരമായ ഫുഡ് കോർട്ടുകളും എല്ലാം ഉള്ളതിനാൽ പ്രത്യേകം എടുത്തു പറയട്ടെ, ഇവിടുത്തെ റെസ്റ്റ് റൂമുകൾ, അതായത് ബാത്റൂം, ടോയ്ലറ്റ് ഫെസിലിറ്റീസ് എല്ലാം വളരെ വളരെ വൃത്തിയും വെടിപ്പും ആവശ്യത്തിലും ഉള്ളതിനാൽ നമുക്ക് ഒരു ദിവസം പൂർണ്ണമായി സകുടുംബം ചിലവഴിക്കാൻ പറ്റിയ ഒരു ഫാം തന്നെയാണ് അബ്ദലിയിലെ ഈ ബ്ലൂ ലേക്ക് ഫാം. എല്ലാവരും കുവൈറ്റിൽ താമസിക്കുന്ന എല്ലാ പ്രവാസികളും സ്വദേശികളുമായ എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും എത്താവുന്ന ഒരു ഫാമാണ്. ഡേ ടൈമിൽ രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെയാണ് സാധാരണയായി ഈ ഫാമിൻ്റെ പ്രവർത്തന സമയം. ഇവിടെ മനോഹരമായ കൃഷി സ്ഥലങ്ങൾ നമുക്ക് കാണാം. വ്യത്യസ്തമായ സസ്യാദികളും പുഷ്പലതാദികളും കൃഷിയും എല്ലാം നമുക്കിവിടെ കാണാം. അതോടൊപ്പം കുട്ടികൾക്ക് സമയം ചിലവിടാനും കളിക്കാനും ഒക്കെയുള്ള വളരെയധികം ഫെസിലിറ്റീസ് ഇവിടെ അവർ അറിയിച്ചിട്ടുണ്ട്. വളരെ വൃത്തിയും വെടിപ്പുമായി സൂക്ഷിച്ചിരിക്കുന്ന ഈ ഫാമിൽ ഇവിടെ ബർഗർ കിങ്ങും പിസയുമൊക്കെ ഉൾപ്പെടെ എല്ലാവിധ ഭക്ഷണ സാധനങ്ങളും ലഭിക്കും. അതോടൊപ്പം തന്നെ ശുദ്ധമായ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് വളരെയധികം മാനസിക ഉല്ലാസം തരുന്ന പ്രകൃതി, അധികം പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കാതെ പ്രകൃതിദത്തമായ വിഭവങ്ങൾ കൊണ്ട് ഒരുക്കിയിരിക്കുന്ന ഒരു നല്ല ഫാമാണിത്. ഏതാണ്ട് 2-3 കിലോമീറ്റർ അകത്ത് ചുറ്റി നടന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ പെയ്ഡ് ട്രാൻസ്പോർട്ട് സൗകര്യമുണ്ട്. 10 കേടി കൊടുത്താൽ ഒരു ഫാമിലിക്ക് പൂർണ്ണമായും ഫാം ചുറ്റിക്കണ്ടുവരാൻ പറ്റിയ വാഹനം ഇവിടെ, ബാറ്ററി വാഹനങ്ങൾ ഇവിടെ സുലഭമായി ലഭിക്കുന്നു. അതുപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഫാം ചുറ്റിക്കാണാം. ഇത് അക്കൂട്ടത്തിലൊരു വാഹനമാണ്. പിന്നെ ഇവിടെ അണിയിച്ചൊരുക്കിയിരിക്കുന്ന കൃഷിപ്പാടങ്ങൾ, കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഉപകരിക്കുന്ന ഒന്നാണ്. വളരെ വിജ്ഞാനപ്രദവും വിനോദദായകവുമാണ് ഈ ഫാം. ഇവിടെ കോളിഫ്ലവറും മറ്റുമൊക്കെ പൂത്തു നിൽക്കുന്നത് കണ്ടാൽ വളരെ വളരെ ഭംഗിയാണ്. ഈശ്വരൻ
പ്രകൃതിയെ എത്ര മനോഹരമായി സൃഷ്ടിച്ചിരിക്കുന്നു. എത്ര വൈവിധ്യമാർന്ന പുഷ്പങ്ങളും സസ്യങ്ങളും ഫലങ്ങളുമൊക്കെയാണ് നമുക്ക് ഈ പ്രകൃതിയിലുള്ളത്. ഇത്തരം ഫാമുകളിലെത്തുമ്പോഴാണ് നമ്മളതിൻ്റെ വൈവിധ്യങ്ങൾ, അത് കൃഷി ചെയ്യുമ്പോൾ നമ്മളൊരു കടയിലെത്തി ഫലങ്ങൾ കാണുന്നത് പോലെയല്ല, ഒരു കൃഷിസ്ഥലത്ത് അത് കാണുമ്പോഴുണ്ടാകുന്ന മാനസിക സന്തോഷം. അതിങ്ങനെ പൂത്ത് പുഷ്പിണിയായി നിൽക്കുന്നത്, ഫലങ്ങളോടുകൂടി നിൽക്കുന്നത് കാണുമ്പോൾ മനസ്സിനുണ്ടാകുന്ന അതിയായ സന്തോഷം, അത് നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ കുട്ടികൾക്കുമൊക്കെ മനസ്സിന് വളരെ റിലാക്സേഷൻ തരുന്നതാണ്. മനസ്സിൻ്റെ ആ സന്തുലിതാവസ്ഥ നിലനിർത്താൻ നമ്മൾ ഓരോരുത്തരും ഇത്തരം ഫാമുകൾ സന്ദർശിക്കുകയും ഇത് കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. നമുക്കറിയാം, കുവൈറ്റിലെ ഒരു കാലാവസ്ഥ വളരെയധികം തണുപ്പും വളരെയധികം ചൂടും അനുഭവപ്പെടുന്ന ഈ കാലാവസ്ഥയിൽ ഈ സസ്യങ്ങളെ ഇങ്ങനെ പരിപാലിക്കാൻ ഇത് നടത്തുന്നവർ എത്ര കണ്ട് പണിപ്പെടുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കൈകളിലെത്തുന്നത്. വളരെ ഈസിയായി നമ്മളത് കടകളിൽ നിന്ന് വാങ്ങുമ്പോൾ അത് എത്ര പണിപ്പെട്ടാണ് ആളുകളത് പരിപാലിച്ച് വളർത്തിക്കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഇത്തരം ഫാമുകൾ സന്ദർശിക്കുന്നതിലൂടെ നമുക്കും നമ്മുടെ കുട്ടികൾക്കും ഇതെല്ലാം മനസ്സിലാക്കാനും ഇവയൊക്കെ ആസ്വദിക്കാനും കിട്ടുന്ന അവസരമാണ്. പുതിയ കൃഷികൾക്ക് വേണ്ട ഫാം ഒരുക്കുന്ന പ്രവർത്തികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതും നമ്മുടെ കുട്ടികൾക്കും കൃഷിയുമായി അധികം പരിചയമില്ലാത്തവർക്കും കാണുവാനും അവിടുത്തെ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനും ഒക്കെ വളരെ ഉപകരിക്കും. ഇത്തരം സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്കും വളരെ ഉപകാരപ്രദമാണ്.
ഈ മത്തങ്ങ എവിടെ നിന്നാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇത് നമ്മൾ അബ്ദലിയിലുള്ള
ബ്ലൂ ലേക്ക് എന്ന് പറയുന്ന ഒരു ഫാമിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ അവർ കൃഷി ചെയ്തുണ്ടാക്കിയ മത്തങ്ങയാണ്. ഇതുപോലെ നിരവധി പച്ചക്കറികളും ഫലവർഗ്ഗങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാവരും വന്ന് കാണണം, ഈ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു വെരി മച്ച്. ഹായ് ഓൾ, ഇത് ഞാനിപ്പോൾ നിൽക്കുന്നത് ബ്ലൂ ലേക്കിലാണ്. ഞാൻ അവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഐ റിക്വസ്റ്റ് എല്ലാവർക്കും ഇവിടെ വന്ന് കാണാൻ, ഈ ഹോളിഡേയ്സിൽ വന്ന് ഇവിടെ എൻജോയ് ചെയ്യണമെന്ന് ഐ റിക്വസ്റ്റ്. റിയലി ഐ എൻജോയ്. താങ്ക് യു. ഞങ്ങൾ ഇന്ന് ബ്ലൂ ലേക്കിൽ ഒരിക്കൽ കൂടി ഞാൻ ഈ വീഡിയോയിലേക്ക് വരികയാണ്. ഈ ബ്ലൂ ലേക്കിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സിന്ധുവിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കൂട്ടുകാരുടെ ഒപ്പം, അനിത്യൻ്റെ ഒപ്പം, രമേശിൻ്റെ കൂട്ടത്തിൽ എല്ലാവരുടെയും ഒപ്പം വന്ന് ഇവിടെ നിന്ന് കറങ്ങാൻ വരണം എന്നുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു. അതിലുപരിയായിട്ട് വലിയൊരു റൈഡ്, നമ്മുടെ വണ്ടിയിൽ ഒരു വലിയ റൈഡ് നടത്താനുള്ള ഒരു അവസരം തന്നതിനും നന്ദി. നമസ്കാരം. വളരെ ഒരു അനുഭവമായിരുന്നു. കാരണം ഇവിടെ എല്ലാവരും ഞങ്ങൾ വളരെ എൻജോയ് ചെയ്തു. എല്ലാവരും ഇവിടെ വരണം, തീർച്ചയായിട്ടും ഇതൊക്കെ കാണുന്നതാണ്. അതിനേക്കാളും നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇവിടെ വന്ന് കണ്ടിരിക്കേണ്ട കാര്യമാണ്. താങ്ക് യു. സൂപ്പർ പാർക്കാണ്, എല്ലാവരും വരണം. അത്രയും അടിപൊളിയാണ്. So instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patent it. Being negative when you should be getting after it. I got facts over tracks. This and that, spitting slow, spitting fast. I can roast, I can gas, think I'm okay at last. But I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're with my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains that last. And to believe in what you got, it was built to last, yeah. Now that I've been through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough